അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ദി ഓണസ്റ്റ് മലബാറിയനിലേക്ക് അപ്പൊ ഞങ്ങളുടെ അടുത്തൊരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് LGയുടെ തന്നെ വാഷിംഗ് മെഷീനാണ്. ഒന്ന് ഓട്ടോമാറ്റിക്കും ഒന്ന് സെമി ഓട്ടോമാറ്റിക്കും. ഇത് സെമി ഓട്ടോമാറ്റിക്, ഇത് ഓട്ടോമാറ്റിക്. ഇത് 7.5 കിലോ, ഇത് 6.5 കിലോ. അങ്ങനെയാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാലും ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ് ഇതൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു ഫാമിലിക്ക് ഏത് വാഷിംഗ് മെഷീനാണ് ഉപകാരപ്പെടുന്നതെന്ന്, ഓട്ടോമാറ്റിക് ആണോ സെമി ഓട്ടോമാറ്റിക് ആണോ എന്ന് ഇന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ എന്ത് ചെയ്യാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ടിനും തുടിയിടുന്ന മുകളിൽ കൂടെ തന്നെയാണ്. പിന്നെ സെമി ഓട്ടോമാറ്റിക്കിന് എല്ലാം നമ്മൾ മാനുവലായി തന്നെ ചെയ്യണം. വെള്ളം ഒഴിക്കുന്നതും, ഡ്രൈ ആണോ, ടൈമിങ്, അതുകൂടാതെ ഡ്രയറിലേക്ക് എടുത്തിടുന്നതും നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യണം. അതുകൂടാതെ ടോപ്പ് ലോഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഒന്നും മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ ഏതാന്ന് വെച്ചാൽ ക്രമീകരിച്ച് അത് മാത്രം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ടോപ്പ് ലോഡിൽ നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ കാണാൻ സാധിക്കും. എന്നാൽ സെമി ഓട്ടോമാറ്റിക്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം മാനുവലായിട്ട് ചെയ്യേണ്ടതാണ്. സ്വിച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ വരുന്നില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെമി ഓട്ടോമാറ്റിക് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. എന്നാൽ ടോപ്പ് ലോഡ് ഓട്ടോമാറ്റിക് വരുന്നത് മെറ്റലിലാണ് വരുന്നത്. അപ്പൊ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലാണ്. അതുകൂടാതെ വെയിറ്റും ഓട്ടോമാറ്റിക്കിന് കൂടുതലാണ് വരുന്നത്. പിന്നെ രണ്ടിന്റെയും വാറന്റി വരുന്നത് 2 വർഷത്തേക്കാണ് കമ്പനി വാറന്റി തരുന്നത്. രണ്ടെണ്ണത്തിനും 2 ഇയർ ആണ് കമ്പനി വാറന്റി തരുന്നത്. അതുകൂടാതെ മോട്ടറിന് സെമി ഓട്ടോമാറ്റിക്കിന് 5 വർഷത്തേക്കും ഫുള്ളി ഓട്ടോമാറ്റിക്കിന് 10 വർഷത്തേക്കാണ് കമ്പനി തരുന്നത്. അപ്പൊ 5 വർഷത്തെ മോട്ടറിന്റെ വാറന്റി കൂടുതൽ ഓട്ടോമാറ്റിക്കിന് ലഭിക്കുന്നുണ്ട്. പിന്നെ വലിപ്പം നോക്കുകയാണെങ്കിൽ സെമീനെക്കാട്ടും വലിപ്പം കുറവാണ് ഓട്ടോമാറ്റിക്കിന്. അപ്പോൾ ഏരിയ കുറവുള്ളവർക്കൊക്കെ ഇത് പ്രിഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും ഇത്ര ഏരിയ കളയാൻ സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിന് വെയിറ്റ് കുറവാണ്. സെമി ഓട്ടോമാറ്റിക്കിന് വെയിറ്റ് കുറവാണ്. ഇതിന് വെയിറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു സ്പേസിന്റെ കാര്യം. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് സെമി ഓട്ടോമാറ്റിക്കിന് ഡ്രയറും വാഷറും വരുന്നതുകൊണ്ടാണ് ഇത്ര സ്പേസ് വരുന്നത്. എന്നാല് ഫുള്ളി ഓട്ടോമാറ്റിക്കിന് രണ്ടും ഒരു ഡ്രമ്മിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അത്ര സ്പേസ് ഇതിന് വേണ്ടാത്തത്. പിന്നെ നമുക്ക് ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതാണ് സെമി ഓട്ടോമാറ്റിക്. നമ്മൾ അതിന്റെ ഒപ്പം നിന്ന് തന്നെ നമ്മൾ വെള്ളം നിറയ്ക്കുന്നതും മാനുവലായിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ അതിന്റെ ഒപ്പം നിന്ന് തന്നെ ചെയ്യണം. എന്നാൽ ഫുള്ളി ഓട്ടോമാറ്റിക്കിന് അങ്ങനെ വേണ്ട. ഒരു ഫംഗ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് പോയിട്ട് തുണി എടുത്ത് ഇടാവുന്നതാണ്. എന്നാൽ ഇതിൽ നമ്മൾ ഡ്രൈ ചെയ്യാനും വാഷ് ചെയ്യാനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം പോകുന്ന ഒരു പരിപാടിയാണ് സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. ടൈം ഉള്ളവർക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റേറ്റിൽ ഏകദേശം ഒരു 5000-6000 രൂപയുടെ ഡിഫറൻറ്റ് രണ്ടും തമ്മിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആമസോണിൽ കയറി റേറ്റ് രണ്ടിന്റെയും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ റേറ്റിന്റെ കാര്യത്തിൽ രണ്ടിനും വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ കംപ്ലൈന്റിന്റെ കാര്യം പറയുമ്പോൾ കംപ്ലൈന്റ് സെമി ഓട്ടോമാറ്റിക്കിനെക്കാളും കൂടുതൽ ഓട്ടോമാറ്റിക്കിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കിലാണ് ബോർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണേലും കൂടുതൽ കംപ്ലൈന്റ് വരാൻ സാധ്യത ഓട്ടോമാറ്റിക്കിന് തന്നെയായിരിക്കും. സെമി ഓട്ടോമാറ്റിക്കിന് അങ്ങനെ കംപ്ലൈന്റ് കുറവാണ് വരുന്നത്. പിന്നെ പാഴ്സിനാണെങ്കിലും കൂടുതൽ റേറ്റ് ഓട്ടോമാറ്റിക്കിനാണ്. സെമി ഓട്ടോമാറ്റിക്കിന്റെ പാഴ്സിന് അത്ര റേറ്റ് വരുന്നില്ല. അപ്പൊ രണ്ടിനും കറണ്ട് ബില്ല് സെയിം ആണ് വരുന്നത്. രണ്ടും 360 വാട്ടാണ് വരുന്നത്. അപ്പൊ രണ്ടിനും ഏകദേശം കറണ്ട് ബില്ല് സെയിം ആണ്. അപ്പൊ അതില് ഒരു ഡിഫറൻസ് ഞാൻ കാണുന്നില്ല. പിന്നെ വാഷിംഗ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ സെമീനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വാഷ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കിലാണ്. കാരണം അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്നാണ്. ഓട്ടോമാറ്റിക്കിന് കമ്പനി വന്നിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്. കാരണം സെമി ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് കമ്പനി സർവീസ് ഉണ്ട്. അപ്പൊ കമ്പനിക്കാർ തന്നെ വന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ചെയ്ത് തരും. എന്നാൽ സെമി ഓട്ടോമാറ്റിക് നമുക്ക് പുറത്തൊന്നും ആരെയും വിളിച്ചിട്ടോ ഇല്ല, നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ചെറിയ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. 2 5 സ്റ്റാറിലാണ് വരുന്നത്. 2 വാഷിംഗ് മെഷീൻ 5 സ്റ്റാറിലാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് ഓൺലൈനിലുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ പോകുമ്പോൾ വേറെ ആണെങ്കിലും ഇതിൽ കറണ്ടിന്റെ കാര്യത്തിലും ബാക്കി പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഡിഫറൻസ് ഉണ്ടാകത്തില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാലും രണ്ടിന്റെയും ഉള്ളിലേക്ക് അതിന്റെ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് പറഞ്ഞ പോലെ നമുക്ക് ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഓട്ടോമാറ്റിക് ആണ്, അതായത് ഫുള്ളി ഓട്ടോമാറ്റിക്. നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അത് നേരെ സെമിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഒന്നും കാണാൻ സാധിക്കില്ല. ഇതെല്ലാം നമ്മൾ മാനുവലായിട്ട് തന്നെ എല്ലാം നമ്മൾ തിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് തിരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നോബ് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് തിരിക്കാൻ പാടില്ല. അത് അതിന്റെ ഒരു ത്രെഡ് പോകും. പിന്നെ നമുക്കത് ഉപകാരപ്പെടത്തില്ല. പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ
സെമി ഓട്ടോമാറ്റിക്കിന് നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഫുള്ളി ഓട്ടോമാറ്റിക്കിന് അത് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. ഫുള്ളി ഓട്ടോമാറ്റിക്കിന് നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഇവിടെ പെർമനന്റ് ആണ്. ഇനി സെമി ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസൈഡ് കാണാൻ സാധിക്കും. കുറച്ച് 1.5 കിലോ ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര വലിപ്പം നിങ്ങൾക്ക് തോന്നുന്നത്. വാഷ് ചെയ്യുമ്പോൾ ഇത് മാത്രമേ കറങ്ങത്തുള്ളൂ. ഇത് സർക്കിളായിട്ട് 2 സൈഡിലേക്കും വാഷ് ചെയ്യുമ്പോൾ കറങ്ങും. നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനാണെങ്കിൽ, അതായത് ഇതിനകത്ത് നൂലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഒരു 2 മാസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. നൂലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്തായിരിക്കും വരുന്നത്, ബട്ടൺസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. നമുക്കിനി നേരെ ഓട്ടോമാറ്റിക്കിലേക്ക് പോവാം. നമ്മൾ ഓട്ടോമാറ്റിക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനാണേലും ഇങ്ങോട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമാണ് ക്ലീൻ ചെയ്യുമ്പോൾ വരുന്നത്, കറങ്ങുന്നത്. പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് ഫുള്ളായിട്ട് കറങ്ങുന്നത്, ഡ്രം ഫുള്ളായിട്ട് കറങ്ങുന്നത് നമ്മൾ ഡ്രൈ ചെയ്യുമ്പോഴാണ് ഡ്രം ഫുള്ളായിട്ട് കറങ്ങുന്നത്. ഇത് ഇങ്ങനെ ഒരു വാഷിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചും കൂടി സെമീനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വാഷ് ചെയ്ത് കിട്ടും. ഇതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നത് ഫ്രണ്ട് ലോഡ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലാണ്. അതുകൂടെ തന്നെ ഡിറ്റർജന്റ് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. നമുക്ക് ഡിറ്റർജന്റ് ഇതിനകത്തൂടെയാണ് നമ്മൾ ഇടുന്നത്. എന്നാൽ സെമി ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തുണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക അറയോ കാര്യങ്ങളൊന്നുമില്ല. ഇനി സെമി ഓട്ടോമാറ്റിക്കിന്റെ ഡ്രയർ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു ഡ്രയറാണ് വരുന്നത്. ഇതതിന്റെ പൈപ്പാണ്, നിങ്ങൾക്ക് വെള്ളം ഔട്ട്ഫ്ലോയുടെ പൈപ്പാണ്. പിന്നെ ഒരു ഏരിയലിന്റെ ഒരു സോപ്പ് പൊടിയും LG ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഔട്ട്ഫ്ലോയുടെ പൈപ്പും ഉണ്ട്, ഇൻഫ്ലോയുടെ പൈപ്പും ഉണ്ട്. ഇൻഫ്ലോയുടെ പൈപ്പ് ഇവിടെയാണ് നിങ്ങൾ ഫിറ്റാക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യണം. ഞാൻ എന്തായാലും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാമെന്ന്. ഇതാണ് ഡ്രയർ വരുന്നത്. ഇതിന്റെ പൊക്കത്ത് ഒരു ഇങ്ങനത്തെ ഒരു ഇതിട്ട് ടൈറ്റ് ചെയ്തിട്ട്, തുണി ഇട്ടതിന് ശേഷം ഇതിട്ട് ടൈറ്റ് ചെയ്യണം. എന്നാലേ തുണി പ്രസ് ആയിട്ടിരിക്കുള്ളൂ. അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുന്നതാണ്. എനിവേ, വീഡിയോ എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എനിവേ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.